മാത്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതെന്താണ്? മെട്രിക്സിൻ്റെ അഡിഷൻ പഠിച്ചു, മെട്രിക്സിൻ്റെ സബ്ട്രാക്ഷൻ പഠിച്ചു. ഒരു നമ്പർ കൊണ്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും പഠിച്ചു. ഇന്ന് പഠിക്കുന്നത് രണ്ട് മെട്രിക്സുകൾ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനാണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. രണ്ട് മെട്രിക്സുകളെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ ഒന്നാമത്തെ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിരിക്കണം, ഒരുപോലെ വരണം. Two matrices can be multiplied if number of columns of first matrix equal to number of rows of second matrix. Example നോക്കാം. If A is a matrix of order m by n and B is a matrix of order n by p, then AB is of order m by p. ABയുടെ ഓർഡർ m by p. വേറൊരു എക്സാമ്പിൾ നോക്കാം. A എന്നുള്ള മെട്രിക്സിൻ്റെ ഓർഡർ 4/5, B എന്നുള്ള മെട്രിക്സിൻ്റെ ഓർഡർ 5/3 എങ്കിൽ ABയുടെ ഓർഡർ എന്തായിരിക്കും? 4/3. Question 16. Let A equal to matrix 2, 4, 1, -3 and B equal to matrix 1, -1, 5, 0, 2, 6. Find AB. രണ്ട് മെട്രിക്സുകളുടെ പ്രോഡക്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എ ബി ഈക്വൽ ടു ആദ്യത്തെ മെട്രിക്സ് ഇൻറ്റു രണ്ടാമത്തെ മെട്രിക്സ്. മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം, അടുത്ത് ഫസ്റ്റ് റോ കൊണ്ട് തേർഡ് കോളം, അടുത്ത് സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് കോളം, സെക്കൻഡ് റോ കൊണ്ട് തേർഡ് കോളം. മൾട്ടിപ്ലൈ ചെയ്ത് ഓരോ എലിമെൻറ്റും എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 1 + 4 × 0. അടുത്ത എലിമെൻറ്റ് ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം 2 × -1 + 4 × 2. അടുത്ത എലിമെൻറ്റ് ഫസ്റ്റ് റോ കൊണ്ട് മൂന്നാമത്തെ കോളം 2 × 5 + 4 × 6. അടുത്ത സെക്കൻഡ് റോ, സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം 1 × 1 + -3 × 0. സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് കോളം 1 × -1 + -3 × 2. സെക്കൻഡ് റോ കൊണ്ട് തേർഡ് കോളം 1 × 5 + -3 × 6 equal to matrix 2 + 0 -2 + 8 10 + 24. അടുത്ത റോ 1 + 0 -1 + -6 5 + -18. Answer matrix 2, 6, 34. Second row 1 -7 -13. അടുത്ത ക്വസ്റ്റ്യൻ 17. Consider the matrix A equal to matrix
3, 1 minus 1, 2. Find a square. ആൻസർ നോക്കാം. എ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എ ഇൻറ്റു എ എന്ന് എഴുതാം. എ സ്ക്വയറിനെ മാറ്റി എ ഇൻറ്റു എ എന്ന് എഴുതി. അപ്പം ഈക്വൽ ടു ആദ്യത്തെ മെട്രിക്സ് ഇൻറ്റു രണ്ടാമത്തെ മെട്രിക്സ്, രണ്ടും എ എന്നുള്ള മെട്രിക്സ് തന്നെ എഴുതി. എന്നിട്ട് നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം, അടുത്ത് ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം, അടുത്ത് സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം, അടുത്ത് സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് കോളം. ആൻസർ എങ്ങനെ കിട്ടുന്നു എന്ന് നോക്കാം. മാട്രിക്സ് 3 ഇൻറ്റു 3 പ്ലസ് 1 ഇൻറ്റു -1. അടുത്ത് ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 2. അടുത്ത് സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം -1 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു -1. സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് കോളം -1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 2. മനസ്സിലായോ? ഈക്വൽ ടു മാട്രിക്സ് 9 minus 1 3 plus 2. അടുത്ത റോ -3 minus 2 -1 plus 4 equal to matrix 8 5 minus 5 3. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ 18. കമ്പ്യൂട്ട് മാട്രിക്സ് 1 2 3 into matrix 2 3 4. ആൻസർ നോക്കാം. രണ്ട് മെട്രിക്സുകൾ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പം ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം, അപ്പോൾ 1 ഇൻറ്റു 2. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം 1 ഇൻറ്റു 3. ഫസ്റ്റ് റോ തേർഡ് കോളം 1 ഇൻറ്റു 4. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം 2 ഇൻറ്റു 2. Second row second column 2 into 3. Second row third column 2 into 4. Third row first column 3 into 2. Third row second column 3 into 3. Third row third column 3 into 4. Equal to matrix 2 3 4 4 6 8 6 9 12. അപ്പോൾ ആൻസർ നമുക്ക് 3/3 മെട്രിക്സ് കിട്ടും. ഫസ്റ്റ് മെട്രിക്സ് 3/1 മെട്രിക്സ് ആയിരുന്നു. സെക്കൻഡ് മെട്രിക്സ് 1/3 മെട്രിക്സ്. ആൻസർ മെട്രിക്സ് 3/3 മെട്രിക്സ്. മനസ്സിലായോ? ക്വസ്റ്റ്യൻ 19. ഫൈൻഡ് എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 6i if a equal to matrix 2 0 1 2 1 3 1 -1 0. ആൻസർ കണ്ടുപിടിക്കാം. അപ്പം ആദ്യം എ സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പം എ സ്ക്വയർ ഈക്വൽ ടു എ ഇൻറ്റു എ. എ എന്നുള്ള മെട്രിക്സ് എഴുതാം, പിന്നെയും എ എന്നുള്ള മെട്രിക്സ് തന്നെ എഴുതാം. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ആൻസർ എങ്ങനെ കിട്ടും? 2 ഇൻറ്റു 2 പ്ലസ് 0 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 1. അടുത്ത എലിമെൻറ്റ് ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ആൻസർ 2 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 1 പ്ലസ്
1 ഇൻറ്റു -1. അടുത്ത് ഫസ്റ്റ് റോ കൊണ്ട് തേർഡ് കോളം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 2 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 3 പ്ലസ് 1 ഇൻറ്റു 0. അടുത്ത് രണ്ടാമത്തെ റോ. രണ്ടാമത്തെ റോ കൊണ്ട് ഒന്നാമത്തെ കോളം. 2 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 1. അടുത്ത് രണ്ടാമത്തെ റോ കൊണ്ട് രണ്ടാമത്തെ കോളം. ആൻസർ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. 2 ഇൻറ്റു 0 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു -1. അടുത്ത് രണ്ടാമത്തെ റോ കൊണ്ട് മൂന്നാമത്തെ കോളം. ആൻസർ എങ്ങനെ കിട്ടും? 2 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു 0. അടുത്തും മൂന്നാമത്തെ റോയിലെ എലിമെൻറ്റ്സ് നോക്കാം. മൂന്നാമത്തെ റോ കൊണ്ട് ഒന്നാമത്തെ കോളം. 1 ഇൻറ്റു 2 പ്ലസ് -1 ഇൻറ്റു 2 പ്ലസ് 0 ഇൻറ്റു 1. അടുത്ത മൂന്നാമത്തെ റോ കൊണ്ട് രണ്ടാമത്തെ കോളം. 1 ഇൻറ്റു 0 പ്ലസ് -1 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു -1. അടുത്ത മൂന്നാമത്തെ റോ കൊണ്ട് മൂന്നാമത്തെ കോളം. 1 ഇൻറ്റു 1 പ്ലസ് -1 ഇൻറ്റു 3 പ്ലസ് 0 ഇൻറ്റു 0 ഈക്വൽ ടു മെട്രിക്സ് 4 പ്ലസ് 0 പ്ലസ് 1. അടുത്ത എലമെൻറ്റ് 0 പ്ലസ് 0 -1. അടുത്ത എലമെൻറ്റ് 2 പ്ലസ് 0 പ്ലസ് 0. രണ്ടാമത്തെ റോ 4 പ്ലസ് 2 പ്ലസ് 3 0 പ്ലസ് 1 -3 2 പ്ലസ് 3 പ്ലസ് 0. മൂന്നാമത്തെ റോ 2 -2 പ്ലസ് 0 0 -1 പ്ലസ് 0 1 -3 പ്ലസ് 0 ഈക്വൽ ടു മെട്രിക്സ് 5 -1 2 9 -2 5 0 -1 -2. മനസ്സിലായോ? അപ്പം എ സ്ക്വയർ കണ്ടുപിടിച്ചു. അടുത്ത് ക്വസ്റ്റ്യനിൽ നിന്ന് എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 6i ഈക്വൽ ടു എ സ്ക്വയർ ആൻസർ എടുത്തെഴുതാം. അപ്പം മെട്രിക്സ് 5 -1 2 9 -2 5 0 -1 -2 മൈനസ് 5 ഇൻറ്റു മെട്രിക്സ് 2 0 1 2 1 3 1 -1 0 പ്ലസ് 6 ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഐ എന്നുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് 1 0 0 0 1 0 0 0 1 ഈക്വൽ ടു ആദ്യത്തെ മെട്രിക്സ് അതേപോലെ എഴുതാം. മൈനസ് രണ്ടാമത്തെ മെട്രിക്സിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. മൂന്നാമത്തെ മെട്രിക്സിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ആദ്യത്തെ മെട്രിക്സ് അതേപോലെ എഴുതാം. മൈനസ് മെട്രിക്സ് 10 0 5 10 5 15 5 -5 0 പ്ലസ് മെട്രിക്സ് 6 0 0 0 6 0 0 0 6. ആദ്യത്തെ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ കുറച്ചെഴുതാം. ഈക്വൽ ടു മെട്രിക്സ്
-5, -1, -3, -1, -7, -10, -5, 4, -2 plus matrix 6, 0, 0, 0, 6, 0, 0, 0, 6. ആദ്യത്തെ മെട്രിക്സും രണ്ടാമത്തെ മെട്രിക്സും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ആൻസർ കിട്ടുന്നത് മെട്രിക്സ് 1, -1, -3, രണ്ടാമത്തെ റോ -1, -1, -10, മൂന്നാമത്തെ റോ -5, 4, 4. മനസ്സിലായോ? അടുത്ത് ഹോംവർക്കാണ്. ക്വസ്റ്റ്യൻ 20. Compute matrix 3, -1, 3, -1, 0, 2 into matrix 2, -3, 1, 0, 3, 1. രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനാണ്. ഇപ്പം ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്ത് ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്ത് സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്ത് സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ 21. കമ്പ്യൂട്ട് മെട്രിക്സ് 1, -2, 2, 3 ഇൻറ്റു മെട്രിക്സ് 1, 2, 3, 2, 3, 1. അപ്പം ആൻസർ കണ്ടുപിടിക്കാൻ ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം, അടുത്ത് ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം, അടുത്ത് ഫസ്റ്റ് റോ കൊണ്ട് തേർഡ് കോളം, അടുത്ത് സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് കോളം, സെക്കൻഡ് റോ കൊണ്ട് തേർഡ് കോളം. അടുത്ത ക്വസ്റ്റ്യൻ 23. Let A equal to matrix 2, 4, 3, 2. B equal to matrix 1, 3, -2, 5. Find A, B and BA. ഇപ്പം എ ബിയും കണ്ടുപിടിക്കണം, ബി എയും കണ്ടുപിടിക്കണം. എ ബി എന്നുള്ള മെട്രിക്സ് കണ്ടുപിടിക്കാൻ ഒന്നാമത് എ എന്നുള്ള മെട്രിക്സ് എഴുതണം, രണ്ടാമത് ബി എഴുതണം. അടുത്ത ബി എ എന്നുള്ള മെട്രിക്സ് കണ്ടുപിടിക്കാൻ ഒന്നാമത് ബി എഴുതണം, രണ്ടാമത് എ എഴുതണം. രണ്ട് മെട്രിക്സുകൾ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനാണ്. സ്വന്തമായിട്ട് ചെയ്ത് വാട്സപ്പ് വഴി എഴുതി എനിക്ക് അയച്ചു തരണം. താങ്ക് യു.